അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്തയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് SKSSFൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ എഡ്യു സമ്മിറ്റിൽ ഭാഗവഹിക്കുന്ന എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് സമയമായി ഈ ഒരു പരിപാടിയിൽ ഇരിക്കുമ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഏത് ഭാഷയിൽ സംസാരിക്കണമെന്നതാണ്. നമ്മൾ ഏത് ഭാഷയായാലും കുഴപ്പമില്ല. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്ന ടോപ്പിക് എഡ്യൂക്കേഷൻ ടുഡേ, ടുമോറോ ആൻഡ് ബിയോണ്ട്. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ നോക്കിക്കാണാൻ പറ്റും. ടുമോറോ ആൻഡ് ബിയോണ്ട് എന്നതിന് ഒരുപാട് അർത്ഥങ്ങൾ, പ്രത്യേകിച്ചും നമ്മളെല്ലാം ഇസ്ലാം മത വിശ്വാസികളായതുകൊണ്ട് ഈ ഒരു ജീവിതം കഴിഞ്ഞ് ഇനിയും മുന്നോട്ടൊരു ജീവിതമുണ്ടെന്നും നമ്മൾ ഇന്ന് ഈ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും, നല്ല കാര്യങ്ങൾ ചെയ്താലും ചീത്ത കാര്യങ്ങൾ ചെയ്താലും അതിനൊക്കെ സമാധാനം പറയേണ്ട, അതിനൊക്കെ ഉത്തരം ലഭിക്കുന്ന ഒരു ജീവിതം നമ്മൾക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മതവിഭാഗത്തിൻ്റെ പിന്തുടർച്ചക്കാരായതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിനെക്കുറിച്ചും ഈ ഒരു വിദ്യാഭ്യാസത്തിന് വ്യക്തമായ പ്രാധാന്യമുണ്ട് എന്ന ഒരു തലം ഈ ഒരു സബ്ജക്റ്റിനെ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും സമസ്തയുടെ ഒരു വേദി ആയതുകൊണ്ടും മതപരമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിലെയും കേരളത്തിന് പുറത്തും ഉള്ള കുട്ടികൾക്കും വലിയവർക്കും മതപരമായ വിദ്യാഭ്യാസം നൽകുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ അനുയായികളായി ഇവിടെ നിൽക്കുന്ന നമ്മൾക്കൊന്നും ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ടുമോറോ ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ലൗകിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഥവാ എന്തൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഉണർത്തി അതിനെക്കുറിച്ച് ഈ ഒരു സെഷനാകലി അതിന് ശേഷമുള്ള സെഷനുകളിലും കൂടെ ചർച്ച നടക്കുക സാധ്യമാണ് എന്ന ഒരു വിഷയം മാത്രം, ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണർത്താൻ താല്പര്യപ്പെടുകയാണ്. വളരെ പ്രധാനമായി നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യനെ ആ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടം കഴിഞ്ഞ ശേഷം ജീവിതത്തിൽ ഒരു നല്ല ജോലി കിട്ടാൻ, അതുപോലെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന സ്കില്ലുകളും അതുപോലെ ഒരു ജോലിയും സംഘടിപ്പിക്കാൻ കഴിയുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ രണ്ട് ഉദ്ദേശങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. വളരെ കാലങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെറിയ തോതിലുള്ള ജോലികൾ ചെയ്ത് ജീവിതം മുമ്പോട്ട് പോയിരുന്നവരായിരുന്നു നമ്മുടെ പൂർവികന്മാർ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്നും നമ്മളുടെ പൂർവികന്മാർക്ക്, മുൻ തലമുറകൾക്ക് വളരെ നന്നായി മനസ്സിലായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഓർക്കുന്ന ഒരു നാമമാണ് മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനെ വിദ്യാഭ്യാസപരമായി ഒട്ടേറെ മുമ്പോട്ട് വരുന്ന ഇന്നത്തെ ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെയും അതുപോലെ ഒരുപാട് മഹാരഥന്മാരുടെ സംഭാവനകളെല്ലാം നമ്മൾക്കറിയാം. അന്നത്തെ നമ്മളുടെ ഒരു ചിന്താഗതി അഥവാ അന്നത്തെ ഒരു ട്രെൻഡ്
ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം ആ പഠിച്ച കോഴ്സ് എന്താണോ അതിനെ അനുബന്ധമായ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് നമ്മൾ കടക്കുകയും ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ മേലെ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് ആ ജീവിതം അവസാനിപ്പിക്കുക, ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ട്രെൻഡായിരുന്നു നമ്മൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് കണ്ടത്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ജോലിയിൽ സ്ഥിരമായി ആളുകൾ ജോലിയിൽ നിൽക്കാതെ ജോലികൾ മാറിക്കൊണ്ടിരിക്കുകയും അതിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ സ്കില്ലുകൾ നമ്മൾ മാറ്റിക്കൊണ്ട് ജോലിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്നതും ഇനി അടുത്ത 5-10 വർഷങ്ങളിലേക്ക് നമ്മൾ കാണാൻ പോകുന്നതും ഒരു ഫോർമലായ ഒരു വിദ്യാഭ്യാസം കൊണ്ട്, ഒരു എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ജോലി കിട്ടുന്ന ഒരു സംവിധാനത്തിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോയി സർട്ടിഫിക്കറ്റ് ഉണ്ടോ പേപ്പർ ഉണ്ടോ എന്നുള്ളത് ആരും ഇന്ന് ചോദിക്കില്ല. അതിന് പകരം നിങ്ങൾക്ക് ഈ ജോലി അറിയുമോ? ഒരാളെ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് എടുക്കുന്ന സമയത്ത് അയാൾ എന്ത് ജോലിക്കാണ് നമ്മൾ എടുക്കുന്നത്, അയാൾക്ക് ജോലി അറിയുമോ? അവൻ എവിടെ നിന്ന് പഠിച്ചു, ഏത് രീതിയിൽ പഠിച്ചു, അവൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ, 90% മാർക്കുണ്ടോ, ഫുൾ A+ ഉണ്ടോ എന്നുള്ളതൊന്നും ഇന്ന് യാതൊരു രീതിയിലും പ്രധാനമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിതിവിടെ പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം, എല്ലാവർക്കും ഫുൾ A+ ഉണ്ട്, എല്ലാവർക്കും 99% മാർക്കുണ്ട്, പരീക്ഷ എഴുതുന്ന 100% കുട്ടികളും പാസ്സാവുന്നു, എല്ലാവരും എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിലേക്ക് പോകുന്നു എന്ന ഒരു ട്രെൻഡിലേക്ക് നമ്മുടെ സമുദായം ഇന്ന് വന്നത് അത് വളരെ മഹത്തായ ഒരു മുന്നേറ്റമാണ്. ആ ഒരു ട്രെൻഡിലേക്ക് നമ്മുടെ സമുദായം ഇന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. എന്തൊരു കാര്യവും ഇവിടെ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളൊരു വിദ്യാഭ്യാസ വിദഗ്ധൻ പണ്ടൊരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. 5 കൊല്ലത്തിന് ശേഷം എന്ത് ടെക്നോളജിയാണ് വളരെ പ്രധാനമായി നമ്മുടെ ഇടയിൽ ഉണ്ടാവുക എന്നുള്ളത് ഇന്ന് ആ ടെക്നോളജി ഒരു പക്ഷേ ഉദയം ചെയ്തിട്ട് പോലുമില്ല. ടെക്നോളജി വിച്ച് വിൽ ബി very prominent after 5 years has not even originated today. That is the level of changes that is happening in the technological spheres. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനമായും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ ആയിരിക്കണം. ഒരു ഇൽമ്, ഒരു അറിവ് എവിടെ നിന്നും നമ്മൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ അവിടെ നിന്നെല്ലാം ആ തരത്തിലുള്ള അറിവുകൾ കരസ്ഥമാക്കുവാൻ നമ്മൾക്കുള്ള ഒരു മനസ്സ് ജീവിതകാലം മുഴുവൻ നമ്മൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റിക്വയർമെൻറ്റ്. ഇസ്ലാമിൻ്റെ ഫോളോവേഴ്സ് ആയിരിക്കുന്ന നമ്മൾക്കൊന്നും അതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ മതം, നമ്മുടെ ഫിലോസഫി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. എവിടെ പോയിട്ട് വേണമെങ്കിൽ എത്ര ബുദ്ധിമുട്ട് ചെയ്തിട്ടാണെങ്കിലും അറിവ് കരസ്ഥമാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്ന് പഠിപ്പിച്ച ഒരു മതവിഭാഗത്തിൻ്റെ അനുയായികളായതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ടെക്നോളജി യുഗത്തിലാണ്. ഈ ടെക്നോളജി യുഗത്തിൽ ജീവിക്കുമ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡാണ്. അതായത് ഇരുതല ഊർച്ചയുള്ള വാള് എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് പോലത്തെ ഒരു സാധനമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളിൽ നമുക്കത് നമ്മളെ സഹായിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിന് അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകളും പല നെഗറ്റീവ് സൈഡുകളുമുണ്ട്. ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് സമയം കുത്തിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഡിസ്ട്രാക്ഷൻസ് കൂടുതലാണ്. ഒരു മൊബൈലാകട്ടെ, വാട്സാപ്പ് ആകട്ടെ, ഇൻസ്റ്റഗ്രാം, അതുപോലത്തെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നോക്കാൻ തുടങ്ങിയാൽ, അത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ കുട്ടികൾ പോലും ഇന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ല.
അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സ്വസ്ഥമായി ഇരുന്ന് പഠിച്ച് ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് ഇന്ന് ഇതുപോലത്തെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വന്നതുകൊണ്ട് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കരസ്ഥമാക്കാൻ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ടെക്നോളജി കൊണ്ട് നമ്മൾക്കുണ്ടാവുന്ന ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ചലഞ്ച്. അപ്പം എന്തു പഠിക്കുന്നു, അല്ലെങ്കിൽ ഏത് കോഴ്സിന് പഠിക്കണം, ഏത് സബ്ജക്റ്റ് പഠിക്കണം എന്നതിനേക്കാളൊക്കെ നമ്മൾ നാളെയും അല്ലെങ്കിൽ നാളെ മുന്നോട്ടുള്ള ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുട്ടികളെ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിപ്പിക്കാം, ഡിസ്ട്രാക്ഷൻസിൽ നിന്നും നമ്മൾ അവരെങ്ങനെ രക്ഷപ്പെടുത്തും, അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പഠിക്കുകയാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് ഇനി മുമ്പോട്ടുണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായി ഇന്ന് നമ്മളെല്ലാം കേൾക്കുന്ന ഒരു കാര്യമാണ് AI വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാ ആളുകൾക്കുള്ള ജോലികൾ നഷ്ടപ്പെടും എന്ന ഒരു വലിയ ഒരു കാര്യം, അതായത് ജോലികൾ നഷ്ടപ്പെടും എന്ന ഒരു കാര്യം നമ്മൾ പറയാറുണ്ട്. ഇതേ കാര്യം 10-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, കമ്പ്യൂട്ടർ വന്ന ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമെന്ന്. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലാവാം, കർണാടകയിലാവാം, ഇന്ത്യയിലാവാം, ഏറ്റവും കൂടുതൽ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വിഭാഗം IT ആൻഡ് IT എനേബിൾഡ് സർവീസസ് ആണ്. അതുകൊണ്ട് ഏതൊരു തരത്തിലുള്ള പുതിയ ഡെവലപ്മെൻറ്റ് വരികയാണെങ്കിലും അതുകൊണ്ട് ജനങ്ങൾക്ക് പൂർണ്ണമായും ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകും, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയുന്നതിന് പകരം ആ ഒരു മേഖല എന്തൊക്കെയാണ് നമ്മൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് മറ്റൊരു വിഭാഗം ആ ഒരു പുതിയ ഡെവലപ്മെൻറ്റിനെ ഏറ്റവും ആദ്യം അതിൻ്റെ അവസരങ്ങൾ മനസ്സിലാക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച്. അതുകൊണ്ട് ട്രഡീഷണലായി നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു വെച്ച ഒരൊറ്റ സ്കില്ല് വെച്ച് മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ അതിന് പകരം അവിടെ നിന്നും കിട്ടുന്ന അവസരങ്ങൾ എന്താണ്, അതിൽ നിന്നും കിട്ടുന്ന എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് എന്ന് പഠിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടെങ്കിൽ, പുതിയ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് മാറാനുള്ള ഒരു കഴിവ് നമ്മൾക്കുണ്ടെങ്കിൽ, നമ്മളതിന് അജിലിറ്റി എന്ന് പറയും. എന്തൊരു കാര്യം ഉണ്ടാകുമ്പോഴും അതിനനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച്, പുതിയ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുന്ന ആ ഒരു അജിലിറ്റി നമുക്കുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളും നമ്മൾക്ക് നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഇനി മുമ്പോട്ട് വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 4 ചുമരുകൾക്കിടയിലുള്ള ഒരു സ്കൂൾ അഥവാ കോളേജ്, ഒരു ക്യാമ്പസിൽ പോയി ഫോർമലായി ഒരു ഡിഗ്രി പഠിച്ച് ഒരു വിദ്യാഭ്യാസം കരസ്ഥമാക്കുക എന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും 2 രീതിയിലുള്ള മാറ്റം. അതായത് പണ്ടൊക്കെ നമ്മൾ 10ാം ക്ലാസ് പഠിക്കണം, 10 കഴിഞ്ഞ് പ്രീ ഡിഗ്രി 11ഉം 12ഉം പഠിക്കണം, അത് കഴിഞ്ഞ് ഡിഗ്രി PG അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തൊരു ജോലി എന്നതായിരുന്നു നമ്മളുടെ ഒരു സിസ്റ്റം. അതിൽ നിന്നും ഇന്ന് അതും ഒരു ഡിഗ്രി BSc അല്ലെങ്കിൽ BA പഠിക്കുകയാണെങ്കിൽ ആ ഒരു ഡിഗ്രി മാത്രം പഠിക്കുന്ന ഒരു കാലത്ത് നിന്നും നമ്മൾ ഇന്ന് 2ഓ 3ഓ രീതിയിലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമ്മൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. ഒന്ന്, അസ്ലം ഫൈസി ഓൾറെഡി പറഞ്ഞതുപോലെ ക്ലാസ് റൂമുകളിൽ നിന്നും പഠിക്കുന്നതിന് പകരം എവിടെ ഇരുന്നും ഏത് രീതിയിലും പഠിക്കാനുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുപാട് നമ്മൾക്ക് കിട്ടി. കോവിഡ് വന്ന ഒരു വലിയ ചാലഞ്ച് ഉണ്ടായിരുന്ന സമയത്ത്, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു പരീക്ഷണമായിരുന്ന സമയത്ത് അതിനെ നമ്മൾ ഓൺലൈൻ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ മറികടന്നിട്ടുണ്ട്. നമ്മുടെ മദ്രസ സംവിധാനത്തിൽ പോലും പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് സമസ്ത ഓൺലൈൻ മദ്രസ കൊണ്ടുവരികയും കുട്ടികളെ വീട്ടിലിരുന്ന് പഠിപ്പിക്കാൻ പറ്റുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അതിലുണ്ടായിരുന്ന പല വീഡിയോകളും കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്ക് പോലും ഇസ്ലാമിൻ്റെ
ഫണ്ടമെൻ്റലായിട്ടുള്ള പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഒതു എടുക്കുന്നതും നിസ്കരിക്കുന്നതും പോലത്തെ കാര്യങ്ങൾ പോലും പ്രാക്ടിക്കലായി ഒരു വീഡിയോയിലൂടെ കുട്ടികൾക്കും വലിയവർക്കും അത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു സംവിധാനം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെയാണ് നമ്മൾ ഒരു ടെക്നോളജി വന്നപ്പം എത്രയും പെട്ടെന്ന് അതിന് അഡ്ജസ്റ്റ് ആവുന്നത്. ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ഇരുന്ന് ആ വീഡിയോകളും ക്ലാസ്സുകളും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഓൺലൈൻ ഒരു ഡിജിറ്റൽ മദ്രസ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമസ്തയുടെ മദ്രസ സംവിധാനം ഇല്ലാത്ത ഏരിയകളിൽ ഇന്ന് നമ്മൾ മെൻറ്റേഴ്സിനെ വെച്ച് ഡിജിറ്റലായിട്ട് മദ്രസ കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സിറ്റികളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു 4 ചുമരുകൾക്കുള്ളിലുള്ള ഒരു മദ്രസ അല്ലെങ്കിൽ 4 ചുമരുകൾക്കുള്ള ഒരു സ്കൂളിലേക്ക് പോയി വരാൻ ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളിലുള്ളവർക്ക് ഇന്ന് സ്വന്തം വീട്ടിലിരുന്ന് പ്രാക്ടിക്കലായും തിയറിറ്റിക്കലായും വിജ്ഞാനം കരസ്ഥമാക്കാൻ കഴിയുന്നു എന്നത് ഇന്നത്തെ ഒരു ചേഞ്ചാണ്. ഇത് ഇനിയും മുമ്പോട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി ആകാൻ പോകുന്ന ഒരു ചേഞ്ചാണ്. രണ്ടാമത്തെ ചേഞ്ച്, നമ്മളൊക്കെ ഇന്ന് നമ്മൾക്കറിയാവുന്ന സിസ്റ്റം, ഒരാളൊരു ഡിഗ്രി കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 4 കൊല്ലം അതിന് പഠിച്ച് ആ ഒരു ഡിഗ്രി ഫൈനലായ ശേഷം ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി കോളേജിൽ നിന്നും പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്, പ്രത്യേകിച്ചും പല ഫോറിൻ രാജ്യങ്ങളും ഇപ്പോഴേ ഉള്ള ഒരു സംവിധാനമാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്, ഇതുവരെ നമ്മളൊരു കൊല്ലം അല്ലെ 2 കൊല്ലം പഠിച്ച് 3-ാമത്തെ കൊല്ലം പകുതിയാവുന്ന സമയത്ത് ഒരാൾ ഡ്രോപ്പ് ഔട്ട് ആയാൽ അയാൾക്ക് ഒരുവിധ സർട്ടിഫിക്കറ്റും കിട്ടാതെ +2 സർട്ടിഫിക്കറ്റ് മാത്രം കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരാൾ ഇനി അങ്ങോട്ട് ഡിഗ്രിക്ക് 1 വർഷം പഠിച്ചാലും 2 വർഷം പഠിച്ചാലും പഠിച്ച അത്രയും സമയത്തേക്കുള്ള ഒരു ക്രെഡിറ്റ് കൊടുത്ത് 1 കൊല്ലമാണെങ്കിൽ 1 കൊല്ലം, 2 കൊല്ലമാണെങ്കിൽ 2 കൊല്ലം, അതിനുള്ള എന്ത് പഠിച്ചു എന്നതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ആ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്വാളിഫിക്കേഷനായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഫ്ലെക്സിബിൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 3-ാമത്തെ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതും, നമ്മൾ ഇന്ന് ഒരാളൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ BSc സുവോളജി പഠിക്കുന്നു അല്ലെങ്കിൽ MA ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ ആ ഒരു സബ്ജക്റ്റ് മാത്രമാണ് പഠിക്കുന്നത്. അതിന് പകരം ഒരു ആർട്സ് പഠിക്കുന്ന ഒരു കുട്ടി, ഒരു BA പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സയൻസിനെ കുറിച്ച് യാതൊരു രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എഞ്ചിനീയറിംഗ് മാത്രം പഠിപ്പിക്കുന്നു. അതിന് പകരം എല്ലാ ഡിസിപ്ലിനിലുള്ള ചില സബ്ജക്റ്റുകളും കുട്ടികൾക്ക് കൊടുക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്നൊരു രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 4-ാമത്തെ. 5-ാമതായി, നമ്മളുടെ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ പഠിച്ച ചില കോഴ്സുകളും ക്രെഡിറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ ഡിഗ്രി അറ്റ് എ സൈമൾട്ടേനിയസ് ടൈം പഠിക്കാനുള്ള അവസരം നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 5 കാര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ സമ്പൂർണമായ ഒരു ചേഞ്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മളുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ വരുന്ന മാറ്റം ഉൾക്കൊള്ളാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരു സംഘടനാ പ്രവർത്തനത്തിലൂടെയും അല്ലാതെയും നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ മദ്രസ പ്രസ്ഥാനത്തിൻ്റെയും ദീനി വിദ്യാഭ്യാസത്തിനും ഈ ഒരു ചേഞ്ചിങ് ട്രെൻഡ്സ് ആണ്, ഈ ഒരു ട്രെൻഡ്സിനനുസരിച്ച് അഡ്ജസ്റ്റായി നമ്മൾ മുമ്പോട്ട് പോകാനുള്ള സംവിധാനം നമ്മൾക്കും ഉണ്ടാവണം. ഇത് ഈ ഒരു ചേഞ്ച് മാനേജ്മെൻറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു ചേഞ്ച് മാനേജ്മെൻറ്റിന് വേണ്ട ഒരു പ്രോപ്പർ പ്ലാൻ ഓഫ് ആക്ഷൻ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെയും അതുപോലെ വിദ്യാഭ്യാസ ബോർഡാവാം, സമസ്തയാവാം, SKSS ആവാം, എല്ലാ സംവിധാനങ്ങളിലും ഇതുപോലെയുള്ള ഒരു ചേഞ്ച് മാനേജ്മെൻറ്റിനുള്ള വളരെ വ്യക്തമായ ഒരു ചർച്ചകൾ കൂടെ ഈ ഒരു എജു സമ്മിറ്റിൽ നിന്നും പ്രാരംഭിക്കട്ടെ എന്ന ഒരു വിഷയം മാത്രം നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ അവസരം ചെയ്തു തന്ന ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.